അത് ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന സംഭവം വന്ന് ചില ആൾക്കാർക്ക് മാത്രം മുന്നിൽ ഭവിക്കുന്നതുകൊണ്ടല്ല, ചില ആൾക്കാർ മാത്രം അത് കാണുന്നതുകൊണ്ടാണ്. അതെന്തുകൊണ്ടാണ് ചില ആൾക്കാർ മാത്രം കാണുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബ്രെയിനിന് ഒരു എവിഡൻസ് സീക്കിംഗ് മെക്കാനിസം ഉണ്ടെന്ന് പറയും. അതായത് എവിഡൻസ് സീക്കിംഗ് മെക്കാനിസം പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണ ഞാൻ ഇതിനുമ്പും പല റീലുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കാർ വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വഴി കാണുന്ന അതേ ബ്രാൻഡ് തന്നെ ആയിരിക്കും, സ്ഥിരമായിട്ട് അതേ ബ്രാൻഡ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറലി എവിടെ യാത്ര ചെയ്യുമ്പോഴും നിങ്ങൾ കാണുന്ന കൂടുതൽ ഈ ഹാർഡ്വെയർ ഷോപ്പുകൾ, പണിതുകൊണ്ടിരിക്കുന്ന വീടുകൾ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇതെന്താണ് എല്ലാ ആൾക്കാരും ഞാൻ ചിന്തിച്ച സമയത്ത് തന്നെയാണോ ഈ വീട് പണി തുടങ്ങിയെന്ന് ആലോചിക്കും. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പല ആൾക്കാരും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ചില ആൾക്കാർ മാത്രമേ എന്ത് ഈ ഓപ്പർച്യൂണിറ്റി കാണുന്നത്, എന്തുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റുന്നില്ല. ഇത് ബ്രെയിൻ്റെ ഒരു എവിഡൻസ് സീക്കിംഗ് മെക്കാനിസമാണ്. ഏതൊന്നിലാണോ ബ്രെയിൻ കൂടുതൽ എൻഗേജ് ചെയ്തിരിക്കുന്നത്, ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, ബിലീവ് ചെയ്തിരിക്കുന്നത്, അതിൽ കണ്ടിന്യൂസ്ലി ബ്രെയിൻ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന് പറ്റുന്ന തരത്തിലുള്ള എവിഡൻസുകൾ ബ്രെയിൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കി. പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പ്രശ്നങ്ങളെ ഇങ്ങനെ മുമ്പിൽ ഹാജരാക്കിക്കൊണ്ടിരിക്കും. അവന് പ്രശ്നം, ഇവന് പ്രശ്നമുള്ള ആൾക്കാർ മാത്രമേ നമ്മുടെ മുമ്പിൽ കാണത്തുള്ളൂ. കാണുന്നിടത്തെല്ലാം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേസമയം നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി സീക്കറാണ്, പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ അംബീഷ്യസ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ സെറ്റപ്പ് ചെയ്യണം, അതിനെക്കുറിച്ച് തന്നെ കണ്ടിന്യൂസ്ലി ചിന്തിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്ന ആളാണെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ, ഇൻസിഡന്റുകൾ, അത്തരത്തിലുള്ള സബ്ജക്ട്സ്, ഒബ്ജക്ട്സ് ഇതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടും. അതാണ് പല ആൾക്കാരും ചിന്തിക്കാറുള്ളത്, ഈ ആന്റർപ്രന്യൂവേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഓപ്പർച്യൂണിറ്റി കിട്ടാറുള്ളൂ, ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ട് ഇത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇത് വ്യത്യാസമൊന്നുമില്ല. യൂണിവേഴ്സിന് അങ്ങനെ വേർതിരിവൊന്നും ഉണ്ടെന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ബ്രെയിനിന് വേർതിരിവുണ്ട്. അപ്പൊ നിങ്ങൾ എന്തൊന്നിലാണോ വിശ്വസിക്കുന്നത്, എന്തൊന്നിലാണോ കൂടുതൽ എൻഗേജ് ചെയ്തിട്ടുള്ളത്, എന്തൊന്നിലാണോ നിങ്ങൾ കൂടുതൽ അർപ്പിച്ചിട്ടുള്ളത്, അതിന് പറ്റുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും അതിന് പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരും സിറ്റുവേഷൻസും നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഓപ്പർച്യൂണിറ്റികളാവട്ടെ, ചലഞ്ചുകളാവട്ടെ, ഒക്കെ വരുന്നത് ഇതിനെ ബേസ് തന്നെയാണ്.